ഹലോ. അപ്പൊ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ? വേറെ ഒന്നല്ല, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന ഒരു കാലത്താണ് ട്ടോ ഇത്. കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി അതൊക്കെ വെക്കാനുണ്ടായിരുന്നു. മടക്കി വെച്ചു. പിന്നെ എന്റെ മേശപ്പുറാണ് കേട്ടോ ഈ കാണുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ കിടന്ന ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും മടക്കി വെച്ചു. ഹോ, ക്ഷീണായി. അങ്ങനെ ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഓംപ്ലേറ്റും പാൽ ചായയും ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഓംപ്ലേറ്റ് എന്നും അങ്ങനെയല്ല, ചിലപ്പോ എന്തെങ്കിലും വേറെ ഫുഡൊക്കെ ഉണ്ടാവും. അതായത് ദോശ, ഇഡ്ഡലി, പുട്ടും കടലയും അങ്ങനൊക്കെ ഉണ്ടാവും. ഇന്ന് മുട്ട കഴിച്ചു, അത്രേ ഉള്ളൂ. കോഫിയും മുട്ടയും കഴിച്ചു. അപ്പൊ ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാല് എനിക്കൊരു 1 മണി വരെ പിടിച്ചിരിക്കാൻ പറ്റൂട്ടാ. അങ്ങനെ ദേ ഞാൻ ഈ കാണുന്ന ഒരു കുർത്തയാണ് കേട്ടോ ഇന്ന് ഇടുന്നത്. നിങ്ങൾ എന്റെ കോലം കണ്ടിട്ട് ഞാൻ കുളിച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. തല കുളിച്ചില്ല എന്നുള്ളൂ. ചെറുതായിട്ട് ഒരു നീരിളക്കം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ തല കുളിച്ചില്ല, അത്രേ ഉള്ളൂ ട്ടോ. അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞാനൊരു സോഫ്റ്റൻസിന്റെ ഒരു മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജോൺസിന്റെ ഒരു സൺസ്ക്രീമാണ് അപ്ലൈ ചെയ്തത്. തീരാറായി, അപ്പൊ അതും അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പൗഡർ, എൻചാണ്ടറിന്റെ ഒരു പൗഡർ ചെയ്ത് കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. എന്താ വെച്ചാല് ഒരു ഓയിൽ പോലത്തുള്ളത് കിട്ടും. അപ്പൊ ഓയിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് വരും. അപ്പൊ ഞാൻ ആ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ സെറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ കുരുവൊന്നും വരില്ല. അങ്ങനെ വാച്ചൊക്കെ ഇട്ട് വളൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റായി. പിന്നെ ഞാനിങ്ങനെ ചുണ്ടുമ്മേ നൈസായിട്ടൊരു ലിപ് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർന്നാട്ടോ ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പിങ്ക് അല്ല, ബ്രൗൺ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്തത് ലിപ് ബാം ആണ് കേട്ടോ. ഇതും ഞാൻ പുറത്തുനിന്ന് തൃശ്ശൂരിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു പൊട്ടും വെച്ചു. അങ്ങനെ അതും കഴിഞ്ഞു. മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട്. കണ്ണെഴുതാൻ എനിക്കിന്നൊരു മൂഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയില്ല. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ലുക്ക്? അങ്ങനെ ഞാന് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. അച്ഛനാണ് എന്നെ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നാക്കി തരാം. അങ്ങനെ സ്റ്റോപ്പിലേക്ക് പോവാണ്. അപ്പൊ ബസ്സിലിരിക്കണ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അമ്പലം നിങ്ങൾക്ക് പരിചയം ഉണ്ടോന്ന് അറിയില്ല. ഇത് കാനാടിക്കാവ്, അതായത് പെരിങ്ങോട്ടുകര സ്ഥലത്ത് കാനാടിക്കാവ് അമ്പലമാണ് കേട്ടോ. വിഷ്ണുമായ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ. ദേവസ്ഥാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അമ്പലമാണ്. സ്ഥലം പറഞ്ഞുതരാം. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ദേവസ്ഥാനം എന്നുള്ള സ്ഥലം വരുന്നത്. ഏകദേശം ഒരുവിധ ഫേമസ് ആയ സ്ഥലമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടക്കുകയായി. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങള്. ടാറ്റാ.